ലോകത്തിനു തന്നെ മാതൃകയായ കേരള പാലിയേറ്റീവ് കെയർ പഠിക്കുവാനായി ഛത്തീസ്ഗഡിൽ നിന്നുമുള്ള 12-അംഗ മെഡിക്കൽ സംഘം കേരളത്തിലെത്തി. തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ പരിശീലന കേന്ദ്രത്തിലാണ് ഇവർക്കുള്ള പരിശീലനം ഒരുക്കിയിരിക്കുന്നത്. 10 ഡോക്ടർമാരും 2 സ്റ്റാഫ് നഴ്സുമാരും അടങ്ങിയിട്ടുള്ള ഛത്തീസ്ഗഡിൽ നിന്നുള്ള മെഡിക്കൽ സംഘം നാഷണൽ ആയുഷ് മിഷൻ പദ്ധതി വഴിയാണ് എത്തിയത്. കേരളത്തിലെ ആരോഗ്യമേഖല, പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും കേരള പാലിയേറ്റീവ് കെയർ മാതൃകയാക്കി പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ ഛത്തീസ്ഗഡിൽ ആരംഭിക്കുമെന്നും പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ പറഞ്ഞു. Palliative care is a very well established in Kerala. After training, we want to establish the program in Chhattisgarh. സംസ്ഥാന ആയുഷ് മിഷൻ ഡയറക്ടർ ഡോക്ടർ ഡി സജിത് ബാബു IAS, നാഷണൽ ആയുഷ് മിഷൻ ഹോമിയോപ്പതി സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ കെ ജയനാരായണൻ, പാലിയേറ്റീവ് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ മാത്യൂസ് നമ്പേലിൽ തുടങ്ങിയവർ പരിശീലന കേന്ദ്രം സന്ദർശിച്ചു. കേരളത്തിൽ നടക്കുന്ന പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ മേന്മ അറിഞ്ഞും അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി പല സംസ്ഥാനങ്ങളിൽ നിന്നും പാലിയേറ്റീവ് കെയർ ട്രെയിനിങ്ങിനായിട്ട് സംസ്ഥാന സർക്കാരിനെ, കേരള സംസ്ഥാനത്തിനെ ആശ്രയിക്കുന്ന അവസ്ഥയുണ്ട്. ആയുഷ് മേഖലയിൽ ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് നിന്നുള്ള 12 പേരടങ്ങുന്ന സംഘം 10 ദിവസത്തെ പാലിയേറ്റീവ് കെയർ ഇൻറ്റൻസീവ് ഫൗണ്ടേഷൻ കോഴ്സിന് വേണ്ടിയിട്ട് കേരളത്തിലെത്തിയിട്ടുണ്ട്. 10 ദിവസത്തെ പാലിയേറ്റീവ് കെയർ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുവാനാണ് ഈ സംഘം എത്തിയിട്ടുള്ളത്. 5 ദിവസത്തെ തിയറി പരിശീലനവും 5 ദിവസത്തെ ഹോം കെയർ പരിശീലനവുമാണ് ഇവർക്കായി നടത്തുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.